ഗുരുവിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അതിൽ ചെറിയ ചെറിയ ഡൗട്ടുകൾ ഓരോരുത്തർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പോയിന്റുകൾ നമ്മൾ ഡിഗ്രി ലെവലിൽ അങ്ങനെ ചോദിക്കാറില്ല, പക്ഷേ LD ലെവലിലൊക്കെ ചോദിച്ചു വരുന്നതാണ്. പിന്നെ കുറച്ച് ടേമുകൾ ഡൗട്ടുകൾ പറഞ്ഞായിരുന്നു. എന്താണ് കോൺസിക്വൻറ്റ്, അതേപോലെ ആൻറ്റിസെഡൻറ്റ് എന്നൊക്കെ പറയുന്ന ടേമുകളെ കുറിച്ച് ഡൗട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് ഒരു കാര്യം പറയുകയാണ്. അപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ തന്നെയാണ്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ പെൻഡിങ് ആയിട്ടുള്ള, പെൻഡിങ്ങും പറയാൻ കഴിയത്തില്ല, അതങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് നിങ്ങളെ കൊണ്ട് എഴുതാൻ കഴിയുന്ന രീതിയിലാണ് ചോദിക്കുന്നത്, എങ്കിലും അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിലേക്കാണ് പോകുന്നത്. ആദ്യം പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ റേഷ്യോയെ സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത് A:B എന്ന് പറയുന്ന രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. ഒരു റേഷ്യോയെ A:B എന്ന് പറയുന്ന രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. ഇതിനെ നമുക്ക് ഡിവിഷനായിട്ട് എഴുതാം. A/B എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ കഴിയും. A/B എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ കഴിയും. ഇതിലെ ഫസ്റ്റ് ടേമിനെ പറയുന്ന പേരാണ് ആന്റിസെഡന്റ് എന്ന് പറയും. ഫസ്റ്റ് ടേമിനെ ആന്റിസെഡന്റ് എന്ന് പറയും. ദെൻ സെക്കൻഡ് ടേമിനെ നമ്മൾ പറയുന്നത് കോൺസിക്വന്റ് എന്ന് പറയും. ഫസ്റ്റ് ടേമിനെ ആന്റിസെഡന്റ് എന്നും സെക്കൻഡ് ടേമിനെ കോൺസിക്വന്റ് എന്നാണ് പറയുന്നത്. എന്താണ്? ഫസ്റ്റ് ടേമിനെ ആന്റിസെഡന്റ് എന്നും സെക്കൻഡ് ടേമിനെ കോൺസിക്വന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തരികയാണ് 2:4, ദെൻ 2:4, ദെൻ അടുത്തത് പറഞ്ഞിരിക്കുന്നത് പറയുന്നത് 2:3, 4:- എന്ന് പറഞ്ഞു. പിന്നെ 2:3:4 എന്ന് പറയുന്ന രീതിയിൽ തരികയാണെങ്കിലും അതിന്റെ എന്താണ് കോൺസിക്വന്റ് ഫൈൻഡ് ദ ഇൻ എന്താണ് റേഷ്യോ 2:3, ഹിയർ ദ ആന്റിസെഡന്റ് ഈസ് 4, ദെൻ ഫൈൻഡ് ദ കോൺസിക്വന്റ് എന്ന് പറയുന്ന രീതിയിൽ ചോദിക്കാം. എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ സെക്കൻഡ് ടേമിനെയാണ് എന്തെന്ന് പറയുന്നത് കോൺസിക്വന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടേമിനെ പറയുന്നത് എന്താണ്? ആന്റിസെഡന്റ് എന്ന് പറയാം. ഉദാഹരണം ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ പറയുന്നത് പറഞ്ഞാൽ 2:3 ആന്റിസെഡന്റ് എന്ന് പറയുന്നത് എന്തെന്ന് പറയും? 4 ആണെന്ന് പറയും. ദെൻ ഫൈൻഡ് കോൺസിക്വന്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ക്വസ്റ്റ്യൻ പറയുന്നത്. ഫൈൻഡ് ദ കോൺസിക്വന്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ 2:3 എന്ന് പറയുന്നത് ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നോക്കുക. ഏതെങ്കിലും രീതിയിൽ ഇത് തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകും നോക്കുക. അപ്പോൾ 2ഉം 3ഉം തമ്മിൽ ഒരു ബന്ധമുണ്ട്. 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 4 എന്ന് പറയുന്നത്. 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 4 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെഴുതുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 6. എങ്ങനെ വേണമെങ്കിലും ബന്ധം വരാം. ഇതെന്ന് പറയുന്നത് ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന രീതിയിലും ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന രീതിയിലും ചോദിക്കാം. അപ്പോൾ ഇപ്പോൾ ഈ ബന്ധം മാത്രം ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് എന്താണ്? A:B ഈ C:D ആണെങ്കിൽ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതും തമ്മിൽ ഈക്വൽ ആണ് എന്ന് പറയുന്ന ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. A:D = B:C എന്ന് പറയുന്ന രീതി പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇത് തമ്മിൽ മാത്രമായിരിക്കില്ല നമുക്ക് പ്രൊപ്പോർഷൻ വരുമ്പോൾ, റേഷ്യോന്റെ പ്രൊപ്പോർഷനിൽ ഫോർത്ത് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ ഇത് തമ്മിലായിരിക്കും ബന്ധം, ചിലപ്പോൾ ഇത് തമ്മിലായിരിക്കും ബന്ധം, ചിലപ്പോൾ ഈ ആദ്യത്തെ രണ്ട് ടേമുകൾ എന്താണ് രണ്ടാമത്തെയും മൂന്നാമത്തെ ടേമുകൾ തമ്മിലായിരിക്കും ബന്ധം. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ഇവിടെ തന്നിരിക്കുന്ന ടേമുകളിലെ ഏതെങ്കിലും ടേമുകൾ തമ്മിൽ ഒരു ബന്ധമുണ്ടെങ്കിൽ അതേ ബന്ധം തന്നെ മറ്റേ പെൻഡിങ് ഉള്ള ടേം തമ്മിൽ തന്നിരിക്കും. ഓക്കെ, പെൻഡിങ് ഉള്ള ടേമും ഒരു ബന്ധം കാണും. അപ്പോൾ ആ രീതിയിൽ ഇതിനെ മാറ്റി എഴുതി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ ടേമുകൾ വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്തായിരുന്നു? ആന്റിസെഡന്റ് എന്ന് പറയുന്നതും കോൺസിക്വന്റ് എന്ന് പറയുന്നത്. ആന്റിസെഡന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിനെ പറയുന്ന പേരാണ്. ഒരു റേഷ്യോ തന്നിരുന്നാൽ A:B ഫസ്റ്റ് ടേമിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ആന്റിസെഡന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടേമിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കോൺസിക്വന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യവും പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്ന ഒരു കാര്യം ചോദിക്കും. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ, രണ്ടാമത്തെ കാര്യം പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. ഫൈൻഡ് ദ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് A:B. എന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ ആണ് എടുക്കുക.
ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അതിന്റെ സ്ക്വയറുകളാണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ പറയുന്നത്. എ ഈസ് ടു ബിയുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ പറയുന്നത് എ സ്ക്വയർ ഈസ് ടു ബി സ്ക്വയർ ആണ്. അതായത് 2:4 ആണ്. 2:4 ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ 2 സ്ക്വയർ ഈസ് ടു 4 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 4:16 ആണ് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ പറയുന്നത്. ദെൻ അടുത്തതെന്ന് പറയുന്നത്, അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് ചോദിക്കാം. ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാലും ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എ ഈസ് ടു ബിയുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിന്റെ ക്യൂബുകളാണ്. എ ക്യൂബ് ഈസ് ടു ബി ക്യൂബ് ആണ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. എ ക്യൂബ് ഈസ് ടു ബി ക്യൂബ് ആണ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ പറയുന്നത്. ഇപ്പോൾ 4:3യുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ്? 64 എന്താണ് 9 ക്യൂബ് എന്ന് പറയുന്നത് 27. 67:27 ആണ് എന്തെന്ന് പറയുന്നത് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ പറയുന്നത്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ അറിഞ്ഞിരിക്കണം, ട്രിപ്ലിക്കേറ്റ് റേഷ്യോ അറിഞ്ഞിരിക്കണം. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ പറയുന്നത് സ്ക്വയറുകൾ എടുക്കുക, റേഷ്യോ തന്നിരിക്കുന്നതിന്റെ സ്ക്വയറുകളായിരിക്കും ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ പറയുന്നത്. ട്രിപ്ലിക്കേറ്റ് റേഷ്യോ പറയുന്നത് ക്യൂബുകളായിരിക്കും എന്ന് പറയുന്നതാണ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. അടുത്തത് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്ത ടേം പറയുന്നത് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എ ഈസ് ടു ബിയുടെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ പറയുന്നത് √A:√B ആണ്. എന്താണ്? എ ഈസ് ടു ബിയുടെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് √A:√B ആണ്. ദെൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 64:16 ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 64ന്റെ റൂട്ട് ഈസ് ടു 16ന്റെ റൂട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 8:4 ആണ് എന്തെന്ന് പറയുന്നത് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ പറയുന്നത് അതിന്റെ എന്തെടുക്കുക? സ്ക്വയർ റൂട്ട് എടുക്കുക. അടുത്തതെന്ന് പറയുന്നത് സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എ ഈസ് ടു ബിയുടെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ പറയുന്നത് ക്യൂബിക് റൂട്ട് എടുക്കുക. ക്യൂബിക് റൂട്ട് എ ഈസ് ടു ക്യൂബിക് റൂട്ട് ബി ആയിരിക്കും സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പൊ ഇട്ടിരുന്ന ക്വസ്റ്റ്യൻ തന്നെ 64 എത്ര 27ന്റെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ 4ന്റെ ട്രിപ്ലിക്കേറ്റ് എന്താണ് ക്യൂബിക് റൂട്ട് എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 64ന്റെ ക്യൂബിക് റൂട്ട് ആണ് 4 എന്ന് പറയുന്നത്. ദെൻ 27ന്റെ എന്താണ് ക്യൂബിക് റൂട്ട് ആണ് എന്ന് പറയുന്നത് 3 എന്ന് പറയുന്നത്. അതായത് 4:3 എന്ന് കിട്ടും. അതായത് നമ്മൾ പറഞ്ഞ ടേബിൾ ഒന്നും കൂടെ പറയുകയാണ്. ഫസ്റ്റ് പറഞ്ഞത് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എ ഈസ് ടു ബിയുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ പറയുന്നത് A²:B² ആണ്. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ പറയുന്നത് എ ഈസ് ടു ബിയുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ പറയുന്നത് A²:B² ആണ്. ദെൻ രണ്ടാമത് പറഞ്ഞത് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഈസ് ടു ബിയുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ പറയുന്നത് A³ ആണ്. A³ ആണ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ പറയുന്നത്. മൂന്നാമത് പറഞ്ഞത് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എ ഈസ് ടു ബിയുടെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ പറയുന്നത് √A:√B ആണ്. ഓക്കെ, സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. ദെൻ അടുത്തത് പറഞ്ഞത് സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എ ഈസ് ടു ബിയുടെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ക്യൂബിക് റൂട്ട് എ ഈസ് ടു ക്യൂബിക് റൂട്ട് ബി ആണ്. അടുത്തത് അഞ്ചാമതായിട്ട് പറയുന്നത് മീൻ പ്രപ്പോർഷൻ
മീൻ പ്രൊപ്പോർഷൻ എന്താണെന്നാണ്. രണ്ട് വാല്യൂ തരും, എ ആൻഡ് ബി. എ ആൻഡ് ബിയുടെ മീൻ പ്രൊപ്പോർഷൻ, എ ആൻഡ് ബിയുടെ മീൻ പ്രൊപ്പോർഷൻ എന്താണെന്ന് ചോദിച്ചാൽ സ്ക്വയർ റൂട്ട് ഓഫ് എ ബി ആണ് മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എ ബി ആണ്. ഒരു എക്സാമ്പിൾ എടുക്കാം. 104ന്റെ എന്താണ് മീൻ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. മീൻ പ്രൊപ്പോർഷൻ ഓഫ് 104. ദെൻ സ്ക്വയർ റൂട്ട് ഓഫ് എന്തെടുക്കുക, 100 into 4 that is equal to square root of 400. 400ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് കിട്ടും 20 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ ചോദിക്കുന്ന ഒരു രീതിയിൽ ഇതിൽ അങ്ങനെ കണ്ടുവരാറില്ല, എങ്കിലും ഈ ടേമുകൾ അറിഞ്ഞിരിക്കുക, ഡൗട്ട് ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ, then triplicate ratio, then subduplicate ratio, then subtriplicate ratio, then mean proportion. ഇതിൽ എൻ്റെ അടുത്ത് ചോദിച്ചത് ഏത് മാത്രമായിരുന്നു ചോദിച്ചത്, എന്താണ് നമ്മൾ ആന്റിസെഡന്റ് എന്ന് പറയുന്ന കാര്യം, ആന്റിസെഡന്റ് എന്ന് പറയുന്ന കാര്യം, കോൺസിക്വന്റ് എന്ന് പറയുന്ന ഈ രണ്ട് ടേമുകളായിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന കാര്യങ്ങളാണ്, ഇത്രയും കാര്യങ്ങളും കൂടെ പറഞ്ഞതേ ഉള്ളൂ. എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ, ട്രിപ്ലിക്കേറ്റ് റേഷ്യോ, സബ്ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ, സബ്ട്രിപ്ലിക്കേറ്റ് റേഷ്യോ, മീൻ പ്രൊപ്പോർഷൻ. ആന്റിസെഡന്റ് എന്ന് പറയുന്നത് ആ റേഷ്യോയിലെ ഫസ്റ്റ് ടേമിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ആന്റിസെഡന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടേം ഓഫ് എ റേഷ്യോ ദാറ്റ് ഈസ് കോൾഡ് ആന്റിസെഡന്റ്. സെക്കൻഡ് ടേമിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, കോൺസിക്വന്റ് എന്ന് പറയുന്നത്. കോൺസിക്വന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിനെ പറയുന്ന പേരാണ് കോൺസിക്വന്റ് എന്ന് പറയുന്നത്. കോൺസിക്വന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ആണ്. ദെൻ ചോദിക്കുന്നത് പറയുന്നത് വേറെ രീതിയിൽ ചോദിക്കുന്നത് പറയുന്നത് എന്ത് ചോദിക്കാം, മീൻ പ്രൊപ്പോർഷൻ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഫോർത്ത് ടേം, അതേപോലെ തേർഡ് ടേം, അങ്ങനെയൊക്കെ ചോദിക്കാം. ഇപ്പോൾ ഫോർത്ത് ടേമിനെയും തേർഡ് ടേം എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു എന്താണ് 2:8, then 8:- എന്ന് പറയും, അല്ലെങ്കിൽ ഡാഷ് എന്ന് കിട്ടും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു, 2:8, then ഇവിടെയുള്ള തേർഡ് ടേം കണ്ടുപിടിക്കണം. ഇത് തേർഡ് ടേം എന്ന് പറയുന്ന രീതിയിൽ ചോദിക്കാം. 2:8 എന്ന് പറയുന്ന റേഷ്യോയിലെ തേർഡ് ടേം, ഫൈൻഡ് ദ തേർഡ് ടേം ഓഫ് ദ റേഷ്യോ 2:8 എന്ന് പറയുന്ന രീതിയിൽ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ ഉള്ളതെന്ന് പറയുന്നത് രണ്ട് ടേമുകൾ മാത്രമേ ഉള്ളൂ. രണ്ട് ടേമുകളാണെങ്കിൽ ഇത് തമ്മിലൊരു ബന്ധം കാണും. ഇത് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 8 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ ടേമിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 32. ആ രണ്ടാമത്തെ ടേമിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഇനി ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന രീതിയിൽ ചോദിക്കാം. ഫോർത്ത് പ്രൊപ്പോർഷൻ, ഫൈൻഡ് ദ ഫോർത്ത് പ്രൊപ്പോർഷൻ ഓഫ് 2:3, 4:-. ഓക്കെ, 2:3 then 4:- എന്ന് പറയുന്ന രീതിയിൽ ഇവിടെ നോക്കുമ്പോഴത്തേക്കും 2ഉം 4ഉം തമ്മിൽ ഇവിടെ ഉള്ള ഫസ്റ്റ് ടേം ഇതിലുള്ള ഏതെങ്കിലും ഒരു ടേമുമായിട്ട് ഏതെങ്കിലും ഒരു ബന്ധം കാണുമോ എന്ന് നോക്കുക. ഏത് ടേമുമായിട്ട് വേണമെങ്കിലും ബന്ധം കാണാം. ഈ ടേം എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് രണ്ടാമത്തെ ടേമുമായിട്ട് കാണാം, അല്ലെങ്കിൽ മൂന്നാമത്തെ ടേമുമായിട്ട് കാണാം. ആദ്യം നോക്കേണ്ടത് മൂന്നാമത്തെ ടേമുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവും നോക്കുക. അതുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതോ ഡിവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബന്ധം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. അത് തന്നെയായിരിക്കും പെൻഡിങ് ഉള്ള പോർഷനും ചെയ്യേണ്ടത്. അതായത് ഇവിടെ 2 എന്ന് പറയുന്നതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 4 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 3നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആയിരിക്കും. ആൻസർ എന്ന് പറയുന്നത് 6 ആയിരിക്കും. 2:3 then 4:6 എന്തായിരിക്കും, 6 ആയിരിക്കും. ദെൻ ഇത്ര മാത്രമേ ഉള്ളൂ. ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന കാര്യവും തേർഡ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ ആകെ എത്ര ടേമുകൾ മാത്രമേ കാണത്തുള്ളൂ, 2 ടേമുകൾ മാത്രമേ കാണത്തുള്ളൂ. ഫോർത്ത് പ്രൊപ്പോർഷൻ ആണെങ്കിൽ അവിടെ എത്ര ടേമുകൾ കാണും, 3 ടേമുകളാണ്. ഇതോടെ ഇതിലുള്ള എല്ലാ പോർഷനും LDക്ക് ചോദിക്കുന്നതും അതുപോലെ ഡിഗ്രി ലെവലിലായാലും ഏത് ടോപ്പിക്കായാലും കവർ ചെയ്യുന്ന റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ ഫുൾ ടേമുകൾ അടങ്ങിയിരിക്കുന്ന പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ വർക്ക് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ ചെയ്തു നോക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ ക്വസ്റ്റ്യനുകൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിന് മുമ്പായിട്ടൊരു 7 ടൈപ്പുകൾ 8 ടൈപ്പ്
8 പാർട്ടുകൾ ഇട്ടിട്ടുണ്ട്. ടോട്ടലായിട്ട് 18 ടൈപ്പുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ 18 ടൈപ്പുകൾ നിങ്ങൾ കാണുക. കണ്ടതിന് ശേഷം ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. നിങ്ങളെ കൊണ്ട് എല്ലാ ക്വസ്റ്റ്യനുകളും ചെയ്യാൻ കഴിയുന്നതാണ്. എല്ലാ ടൈപ്പുകളും ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള എല്ലാ ടൈപ്പുകളും അടങ്ങിയ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതേപോലെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും